എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റെറേഴ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സ്റ്റവ് ക്ലീൻ ചെയ്യാനുള്ള ഒരു അടിപൊളി ടിപ്പ് നോക്കാം. അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ സ്റ്റവൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട്, പക്ഷേ അത് വൃത്തികേടാവാറുമുണ്ട്. അപ്പോൾ വീട്ടിലെ സ്റ്റവ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആകെ വൃത്തികേടായ അവസ്ഥയിലൊക്കെയാണ്. ഞങ്ങൾക്കൊക്കെ കോവിഡ് വന്നിരുന്നു. അപ്പോൾ കോവിഡ് കാരണം ക്ലീനിങ്ങും കാര്യങ്ങളും ഒന്നും പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല എന്നല്ല, ചെയ്തിട്ടില്ല. ഇപ്പോൾ കുറച്ച് നാൾ ഏതാണ്ട് ഒരു 1.5 മാസത്തോളം കാര്യമായിട്ട് ക്ലീനൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ആദ്യമൊന്നും ഒട്ടും ചെയ്തില്ലായിരുന്നു. അവസാനമൊക്കെ ആയപ്പോൾ കുറച്ചൊന്ന് തുടച്ചിടുക, അത്രയൊക്കെ ഉള്ളൂ. കാര്യമായിട്ടൊന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പം 2-3 ദിവസമായിട്ട് സ്റ്റവ് തൊട്ടിട്ടേ ഇല്ല. അപ്പോൾ സ്റ്റവിൻ്റെ അവസ്ഥ ആകെ മോശമാണ്. ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഗ്ലാസ് ടോപ്പ് വരുന്ന ഭാഗം മാത്രം ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് തുടക്കുകയാണ് ചെയ്തിരുന്നത്. ഉപയോഗിക്കുന്ന 2 ബർണറിൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണ്. എനിക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, തിളച്ച് വീണ് അതൊക്കെ ഉണങ്ങി പഠിച്ച് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ കുറച്ച് പാടുകളും ഫുഡിൻ്റെ വേസ്റ്റിൻ്റെ അവശിഷ്ടങ്ങളും എല്ലാം അവിടെ തന്നെ ഉണ്ട്. കാര്യമായിട്ട് ക്ലീനിങ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്കിന്ന് ഈ സ്റ്റവ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്പോഞ്ചും അതുപോലെ തന്നെ കുറച്ച് ഹാർഡായിട്ടുള്ള ഭാഗവും വരുന്ന ടൈപ്പ് സ്ക്രബ്ബറാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഈ സ്ക്രബ്ബർ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്റ്റവിൻ്റെ എല്ലാ ഭാഗത്തും ആ സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നല്ല ഡ്രൈ ആയിട്ടല്ലേ സ്റ്റവ് ഇരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ടൊരു നനവ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ സ്റ്റവ് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിൻ്റെ പ്ലേറ്റുകൾ അതുപോലെ ബർണറുകളെല്ലാം മാറ്റണം. അതിന് ശേഷം വേണം നമ്മളിത് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പം ഞാൻ എല്ലാ ഭാഗവും ഒന്ന് നനച്ച് തുടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള അഴുക്കുകളൊക്കെ സ്ക്രബിലായിട്ടുണ്ട്. എനിക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും, നന്നായിട്ട് കറുത്ത് ഒക്കെ വൃത്തികെട്ട അവസ്ഥയിലാണ്. അപ്പം ഞാൻ സ്ക്രബ്ബ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു. അഴുക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല, എന്നാലും കുറച്ചുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പേസ്റ്റാണ്. അപ്പം ഞാനിവിടെ വൈറ്റ് കളറുള്ള ടൂത്ത് പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഈ പേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് സ്റ്റവ് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പേസ്റ്റ് എല്ലാ ഭാഗത്തും, നമ്മുടെ സ്റ്റവിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ആ മൈൽഡായിട്ടുള്ള സ്പഞ്ച് വരുന്ന ഭാഗം വെച്ചിട്ട് സ്റ്റവിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഗ്ലാസ് ടോപ്പ് വരുന്ന ഭാഗം ഒന്നും ഒരിക്കലും നമ്മൾ ആ ഗ്രീൻ കളറിലുള്ള ഹാർഡായിട്ടുള്ള സ്ക്രബ് വെച്ചിട്ട് ക്ലീൻ ചെയ്യരുത്. അത് അത്ര ഹാർഡല്ല, എന്നാൽ പോലും അത് ക്ലീൻ ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. നമ്മൾ സ്പഞ്ച് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ഞാൻ ആ സ്പഞ്ചിൻ്റെ ഭാഗം വെച്ചിട്ട് ഗ്ലാസ് ടോപ്പ് എല്ലാം ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഗ്രീൻ പാർട്ട് ഉപയോഗിച്ചിട്ടാണ് ആ പ്ലേറ്റ് വരുന്നത്, അതായത് ബർണറിൻ്റെ താഴെ വരുന്ന ഭാഗമൊക്കെ ക്ലീൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും, കുറച്ച് നാളായി ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ അവിടെ നിറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണങ്ങി പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ആ ഗ്രീൻ ഭാഗം വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഉണങ്ങി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത്ര അങ്ങോട്ട് എളുപ്പത്തിൽ പോകുമൊന്നുമില്ല. ഒറ്റ തവണ കൊണ്ട് നമുക്ക് 100% വൃത്തിയാക്കി എടുക്കാനൊന്നും പറ്റില്ല. എന്നാലും നമുക്കൊരു 70% ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പേസ്റ്റ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ എല്ലാ ഭാഗവും നന്നായിട്ട് ഉരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്ക്രബും കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും, ആദ്യം ഉണ്ടായിരുന്ന ആ കറകളൊക്കെ പോയി. കാരണം നമ്മൾ പേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കറകളെല്ലാം നന്നായി പോയി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടി സ്റ്റവിൻ്റെ മുകളിലായിട്ടൊന്ന് തളിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പേസ്റ്റിൻ്റെ ഭാഗമൊക്കെ നമ്മുടെ സ്റ്റവിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീനായി കിട്ടും. അതിന് ശേഷം നമുക്ക് ഈ തുണി ഒന്ന് നനച്ചിട്ട് വീണ്ടും ഒന്ന് തുടച്ചു കൊടുക്കാം. അപ്പോൾ നല്ല പോലെ ഞാൻ സ്റ്റവൊക്കെ നന്നായിട്ട് തുടച്ചൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ആ അവസ്ഥയിൽ നിന്നും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഒരു 80% ക്ലീൻ ആയിട്ടുണ്ട്. ഗ്ലാസ് ടോപ്പൊക്കെ നല്ല പോലെ തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ആ ഒരു പ്ലേറ്റിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ രീതിയിൽ, അതായത് ആ ഒരു സ്ക്രൂ പോലെ ഉണ്ടല്ലോ, ആ സ്ക്രൂവിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് കറകളൊക്കെ ഉണങ്ങി പിടിച്ച് കിടക്കുന്നുണ്ട്. അതൊന്നും അത്ര നന്നായിട്ട് പോകുന്നില്ല. എന്നാലും ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നിങ്ങളും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വൈറ്റ് കളറുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റവ് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വൈറ്റ് കളറുള്ള ടൂത്ത് പേസ്റ്റ് ശരിക്കും ഞാൻ ഇതുപോലെ ക്ലീനിങ് പർപ്പസിന് വേണ്ടിയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമ്മുടെ പല്ലൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ഇങ്ങനത്തെ പർപ്പസിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വളരെ എഫക്റ്റീവാണ്. നമുക്ക് കറകളും അതുപോലെ അഴുക്കുകളും ഒക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് കളഞ്ഞ് എടുക്കാവുന്നതുമാണ്. അപ്പം അധികം പൈസ ചിലവില്ല, വളരെ കുറച്ച് മാത്രം മതി, ഒത്തിരിയൊന്നും വേണ്ട, നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ സ്റ്റവിൻ്റെ ആദ്യത്തെ ആ ഒരു അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എൻ്റെ ഈ നടുക്കത്തെ ബർണർ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഭാഗത്ത്
കുറച്ച് നല്ല ക്ലീനായിട്ട് ഇരുന്നിരുന്നത്. ബാക്കി 2 എണ്ണമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ 2 എണ്ണം നല്ലപോലെ വൃത്തികേടായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ നല്ലപോലെ ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് ആ വ്യത്യാസം തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് നമ്മുടെ ഗ്ലാസ് ടോപ്പായിട്ടുള്ള സ്റ്റൗവിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ സ്റ്റവ് ഉണ്ടല്ലോ, അങ്ങനത്തെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്റ്റൗവിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യവും അവസാനവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.